ബൈക്കിൽ വരുന്ന ഹരിപ്രസാദ് അമ്പിളിയെ കണ്ടുമുട്ടുന്നു. കല്യാണം നടത്താൻ പോയിട്ട് ഒരു സാരി വാങ്ങാൻ പോലും കഴിയാത്ത ചുറ്റുപാടാ വീട്ടില്. വരുമാനമൊന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്ന പണം അമ്മ അതേപടിയെടുത്ത് ശേഖരമാമയ്ക്ക് കൊടുത്തു, കച്ചവടം തുടങ്ങാൻ. ജോലി ചെയ്യുന്ന നന്ദിനിയെ നോക്കി നിൽക്കുന്ന വിദ്യാഭാരതി. അവിടെ എത്തുന്ന പ്രതാപവർമ്മ. മോളെ കണ്ണു നിറയെ കാണുകയല്ലേ? അവള് ജോലി ചെയ്യണ കണ്ടിട്ട് സഹിക്കണില്ല അല്ലേ? ചെന്ന് സഹായിക്കണോ? വേണോന്ന്. നന്ദിനിയെ കാണാൻ അച്ഛൻ ശിവരാമന്റെ സഹോദരി കോവിലകത്തെത്തുന്നു. ഭാസ്കരക്കുറുപ്പ് ഭാഗീരഥി അമ്മയെ വിവരമറിയിക്കുന്നു. പറ്റില്ല, അത് ശരിയാവില്ല ഭാസ്കര. അവരെ പറഞ്ഞു വിട്ടേക്ക്. എനിക്കറിയായിരുന്നു ഇവിടുത്തെ അഭിപ്രായം ഇത് തന്നെയായിരിക്കുമെന്ന്. നന്ദനയുടെ ബന്ധു വന്നതിൽ കോപാകുലനായി പ്രതാപവർമ്മ. അനിലയെ കാണാതായതിൽ പരിഭ്രമം. ഇനി തുടർന്ന് കാണുക. ഒരു മിനിറ്റ്. ശേഖരേട്ടാ, ശേഖരേട്ടാ. എന്താ? എന്തു പറ്റി? ചതിച്ചു ശേഖരേട്ടാ, അവള് പോയി. ആര്? നീ കാര്യം എന്തെന്ന് പറ. ഇത് കണ്ടോ? രാവിലെ നോക്കുമ്പോ ആളില്ല. ഫോണും തുണിയും സ്വർണ്ണവും എല്ലാം എടുത്തോണ്ടാ നാശം പിടിച്ചോള് പോയത്. സുമിത്ര, ഇത് ഇന്നലെ വീട്ടിൽ വല്ല വഴക്കുണ്ടായോ? ഒന്നുമില്ല. പിന്നെ അനില എന്തിന് ഇങ്ങനെ ഒരു പണിയെപ്പിച്ചു? എനിക്കറിഞ്ഞൂടാ. വല്ല കടുങ്ങയും ചെയ്ത് കളയൂന്ന് എന്റെ പേടി. മറ്റേ ചെക്കനോട്ട് അവളുടെ കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ സമ്മതിച്ചതല്ലേ? അവന്റെ വീട്ടുകാർ വന്നൊരു നീക്കുപോക്ക് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. പക്ഷെ കല്യാണം നടത്താനുള്ള കാശ് കൈ വന്നില്ലല്ലോ. അതിന്റെ പേരില് വലിയ വിഷമത്തിലായിരുന്നു അവള്. എനിക്കാകെ ഭയന്നു വന്നു ഏട്ട. ഒരന്തവും കുന്തവും ഇല്ലാത്ത പെണ്ണ. ആ പയ്യൻ എന്തൊന്നും അവന്റെ പേര്? ആ, രാജേഷ്. ഇന്നലെ അവൻ പനക്കിലെങ്ങനെ വന്നിരുന്നോ? ഇല്ല. വന്നാലും ആരും അറിയില്ലല്ലോ. രാത്രിയിലല്ലേ വരവും പോക്കും? ഇല്ല ഏട്ടാ, അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടാണോ അവൾ നിന്നെ കണ്ണു പിടിച്ച് സ്ഥലം വിട്ടത്? ഈ സമയത്ത് ശേഖരൻ എന്നെ കുറ്റപ്പെടുത്താതെ. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നീ ഭയപ്പെടുന്ന പോലെ അവൾ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. അത്രയ്ക്ക് മണ്ടിയല്ല പെണ്ണ്. അവള് അവന്റെ കൂടെ തന്നെയാ പോയിരിക്കുന്നത്. ഫോൺ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് തന്നെയാ സംഭവിച്ചത്. ഒരു കാര്യം ചെയ്യ്, ആദ്യം അവൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്ക്. കനാലിന്റെ അടുത്ത് എവിടെയല്ലേ അവന്റെ താമസം? അവിടെ കാണുന്നിന്റെ മോള്. ഏട്ടൻ വരില്ല എന്റെ കൂടെ? ഓട്ടോ വിട്ടിട്ടില്ല ഞാൻ. നിങ്ങൾ അന്വേഷണം തുടങ്ങുമ്പോഴേക്കും ഞാനങ്ങ് എത്തിയേക്കാം. ഒരു ചെറിയ അത്യാവശ്യമുണ്ട്. ശേഖരേട്ടാ, ഞാൻ ഒറ്റയ്ക്ക്. എനിക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. സാരമില്ല, മനീഷില്ലേ? കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തിയായ ചെറുക്കനാ. അവനൊന്നും നോക്കട്ടെ. സുമിത്രയല്ലേ? ഒരു അരമണിക്കൂറൊക്കെ ഞാനങ്ങ് വന്നേക്കാം. എന്നാ പിന്നെ വൈകിക്കണ്ട, ചെല്ലേ. എന്തായടാ? ഒരു രക്ഷയില്ല. അവൻ താമസിക്കുന്ന ഷെഡിൽ പോയോ നീ? അവൻ അവിടുന്ന് താമസം മാറ്റിട്ട് കുറെ ദിവസമായി. അവൻ എങ്ങോട്ടാ പോയെന്ന് നീ അന്വേഷിച്ചില്ലേ? അവിടെയുള്ള പണിക്കാരൊക്കെ വടക്കേന്റെക്കാരാ. അവർക്ക് അവന്റെ നമ്പർ പോലും അറിയില്ല. ശേഖരമാമ വരുന്നു. അവരെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സുമിത്രേ? കുറെ ദിവസമായിട്ട് അവൻ സ്ഥലത്തില്ലാന്ന്. അപ്പൊ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത പരിപാടിയായിരുന്നു അല്ലേ? നിന്റെ മോള് നമ്മളെ എല്ലാരെയും മണ്ടരാക്കിയല്ലോ സുമിത്രേ. അന്ന് പിടികൂടിയപ്പോ ഒത്തുതീർപ്പിന് പോയതാ കുഴപ്പമായത്. കൈയും കാലും തല്ലി ഓടിച്ച് നാട് കടത്തണമായിരുന്നു. അതിന് സമ്മതിച്ചോ നിന്റെ പെങ്ങള്? കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ കാണിച്ചു തരുന്നല്ലേ വെല്ലുവിളിച്ചത്. എന്നിട്ടിപ്പോ കാണിച്ചതോ? കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തെച്ചിട്ടില്ലേ പെണ്ണ് പുറപ്പെട്ടു പോയത്? ചേച്ചി കാണിച്ചത് തെറ്റ് തന്നെയാ. പക്ഷേ ഒരു കാര്യം എല്ലാവരും സൗകര്യപൂർവ്വം മറന്നു. നമ്മൾ പറഞ്ഞ വാക്കിൽ നിന്ന് മാറ്റം ഉണ്ടായിപ്പെടാം.
അനിലേച്ചി ഇങ്ങനൊരു സാഹസം കാണിച്ചത്. കാശുമില്ല, ലോണുമില്ല, പിന്നെ എങ്ങനെ കല്യാണം നടത്തുന്നത്? കാത്തിരുന്നിട്ട് ഫലമില്ലെന്ന് തോന്നിയപ്പോ ചേച്ചിയുടെ വഴി നോക്കി. ഇത്രയും അഹമ്മതി കാണിച്ചവരുടെ ഭാഗം പറയാൻ ഇവിടെ ആളുണ്ട്. സുമിത്ര കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശേഖരമാമേ? അവളുടെ ഒരു ശരിയും തെറ്റും നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോ അമ്പിളി. സംസാരിച്ച സമയം കളയാതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ. ശേഖരേട്ടാ, ഒരിക്കലും എസ് ഐ ഇടപെട്ട കേസാ. പുള്ളിക്കാരന്റെ മേൽനോട്ടത്തിലാണല്ലോ ഒരു ധാരണ ഉണ്ടായത്. അതുകൊണ്ട് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ആ അതുപോട്ടെ, അവള് മൊബൈൽ ഫോൺ കൊണ്ടുപോയിന്നല്ലേ പറഞ്ഞത്? അതിലൊന്ന് വിളിച്ചു നോക്കിയോ? ഞാൻ രാവിലെ വിളിച്ചപ്പോ ബെല്ലുണ്ടായിരുന്നു, പിന്നെ സ്വിച്ച് ഓഫ് ആക്കി. അപ്പൊ പിന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ മാൻ മിസ്സിംഗാ, സ്റ്റേഷനിൽ അറിയിക്കണമെന്നാ. പെണ്ണ് ആലപ്പുഴക്കാരന്റെ കൂടെ പോയി എന്നാ നമ്മുടെ ഊഹം. ഇനി മറ്റു വലുതാണെങ്കിലോ? പോലീസിൽ പരാതിപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്കാവും കുറ്റം. മനീഷേ വാ, നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് വരാം. ആദ്യം അവനെ പറ്റി സൂചന കിട്ടിയപ്പോ നീ എന്നോട് പറഞ്ഞില്ല എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ അവളുടെ ഓരോരോ ന്യായങ്ങള് പോരാത്തതിന് കുത്തുവാക്കും. നന്ദിയും സ്നേഹവും ഇല്ലാത്ത ഒരു ജന്തു. ഞാനിങ്ങോട്ട് വന്ന് ഇത്രയും സമയമായിട്ടും നീ വിശേഷമൊന്നും ചോദിച്ചില്ല. എന്താ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാനെന്തിനാ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു നീ പ്രതിഭയുമായ ചങ്ങാത്തമുള്ളൂന്ന്. പ്രതിഭയുമായി വലിയ കൂട്ടാണ് നീ എന്ന് കേട്ടു. ആ അമ്മായി എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. എനിക്കങ്ങനെ സോപ്പിടാനൊന്നും അറിഞ്ഞൂടാ. അതിന്റെ ആവശ്യമില്ല. ഉദയന്നൂരിലെ മൂത്ത മരുമകളാണെന്ന ജാട കാണിച്ചിട്ട് എന്ത് നേടാനാ? വിശാഖിന് ചെന്നൈയിലൊരു ടെസ്റ്റ്. ജഗന്നാഥേട്ടനും അവനും കൂടെ പോയപ്പോ മോക്കും കൂടെ പോണം. എന്നാ 2 ദിവസം ഇവിടെ വന്ന് നിക്കാന്ന് ഞാൻ വിചാരിച്ചു. വന്നത് നന്നായി. പ്രതിഭയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവള് വീട്ടിൽ പോയിരിക്കയല്ലേ. അമ്മായി മുത്തശ്ശിയെ വിളിച്ചിരുന്നു. അമ്മയ്ക്ക് കുറവുണ്ടത്രേ. കുറയും. പഞ്ചനക്ഷത്ര ആശുപത്രിയിലല്ലേ തള്ളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അമ്മായിയമ്മയ്ക്ക് വേണ്ടി പൈസ എത്ര വേണമെങ്കിലും രഘുനാഥൻ മുടക്കും. ഞാനീ പറഞ്ഞതേ പ്രതിഭയുടെ ചെവിയിൽ എത്തിക്കണ്ട. അല്ല, പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എന്നാലും നീ ആയിട്ട് ഈ ന്യൂസ് അറിയിക്കണ്ട. ആ, 1 മിനിറ്റ്, ഞാനിതാ വരുന്നു. എന്റെ 3 സാരി കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ ബ്ലൗസും. ഇതുകൂടെ ഒന്ന് തേച്ചു വെച്ചേക്ക്. എന്തായാലും നീ മെനക്കെടുകയല്ലേ. നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ. എന്റെ ഡ്രസ്സ് കൂടെ തേച്ചു തരാൻ നിനക്കെന്താ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാലും മുഖഭാവം കണ്ടാൽ അറിയാം. ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറയണമെന്ന് വല്യമായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ദേഷ്യപ്പെടാലോ. ആഹാ, നീ സംസാരിക്കാനൊക്കെ പഠിച്ചോ? സേതുലക്ഷ്മിയാണല്ലോ റോൾ മോഡൽ. അധികം ആളാവല്ലേ. തൽക്കാലം ഇതുകൂടെ ഒന്ന് തേച്ചു വെക്ക്. പെട്ടെന്ന് അവിടെ. ഞാൻ സഹായിക്കണോ? വേണ്ട. ഡ്രസ്സ് കുറയുണ്ടല്ലോ. സാരല്ല, ഇങ്ങതാ, ഞാൻ കുറച്ച് അയൺ ചെയ്തു തരാം. വേണ്ട,
സഹായിക്കണ്ട. ഇക്കാലം അത്ര ആരും ഉണ്ടായിട്ടില്ല സഹായിക്കാൻ. തുണി തേച്ച് വെക്കാൻ ഇപ്പോഴൊരു ഹെൽപ്പ്. ഒരു സഹതാപവും വേണ്ട, എനിക്കിഷ്ടമല്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടോണ്ട് വരണം. പിന്നെ ദേഷ്യപ്പെടല, ചീത്ത പറിച്ചല്. അതിനുവേണ്ടി ആയിരിക്കും ഇങ്ങോട്ട് വന്നത്. അനിലയുടെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ അമ്പിളി? ഇല്ല. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ? അവരന്വേഷിക്കുന്നുണ്ടെന്നാ പറയുന്നേ. അമ്പിളിക്ക് എന്താ അനിലയുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്ത പോലെ? ഇനി അന്വേഷിച്ചിട്ടും അറിഞ്ഞിട്ടും എന്താ പ്രയോജനം? വീട്ടിൽ എല്ലാവരും അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു. ചതിയാ അനിലേച്ചി കാണിച്ചത്. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാ ഉത്തരം കിട്ടുന്നുമില്ല. കുറച്ചൊന്ന് കാത്തിരുന്നെങ്കിൽ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നല്ലോ. ഒളിച്ചോട്ടം, ആത്മഹത്യ, ഇതൊക്കെ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളാ. രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. കഴുത്തിൽ കുരുക്കിട്ട് ഉയരത്തിന്ന് ചാടിയതിനു ശേഷം മരിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ഒളിച്ചോട്ടത്തിന്റെ കാര്യവും ഏതാണ്ട് അതുപോലെ. ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ഒരാളായി പോയാൽ എന്റെ ചേച്ചി നോർക്കുമ്പോ സ്വയം നിന്ന് തോന്നുക. അത്രയ്ക്ക് വെറുപ്പായോ? എന്ത് ചെയ്താലും കൂടപ്പുറപ്പല്ലേ. ആ വിചാരം ഒരു സൈഡിലേക്ക് മാത്രം പോരാ. ഇങ്ങോട്ടില്ലാത്ത സഹോദര സ്നേഹമൊന്നും അങ്ങോട്ടും ഇല്ല. ഇനി തിരിച്ചു വന്നാലും പഴയ പോലെ അനിലേച്ചിയെ കാണാൻ എനിക്കാവില്ല. ഇറങ്ങിപ്പോയതൊരു ട്രാജഡിയിലേക്ക് ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എവിടെയാണെങ്കിലും നന്നായി ജീവിക്കട്ടെ. പറ്റിപ്പോയെന്ന് അയാൾക്ക് സ്വയം തോന്നാതിരുന്നാ മതി. അങ്ങനെ ഒരു ചിന്ത വന്നാൽ കുഴപ്പമാ. പിന്നെ ജീവിതം സ്മൂത്താവില്ല. പോയവര് പോയി. അതിന്റെ പേരില് അമ്പിളി ശിക്ഷ അനുഭവിക്കുക. അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റിന് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി ഇയാൾ വല്ല ഗാന്ധിജിയൊന്നും ആവണ്ട. നന്ദനയുടെ കേസില് എന്നെ പിടിച്ചിരുത്തി ഫയർ ചെയ്ത ആ അമ്പിളിയില്ലേ, അങ്ങനെ ആയാൽ മതി. സുമിത്ര ആന്റിക്ക് വലിയൊരു ഷോക്കാ കിട്ടിയത്. അതിന്റെ കലി മുഴുവൻ അമ്പിളിയോടായിരിക്കും തീർക്കുന്നത് ഞാൻ ഊഹിക്കുന്നു. എന്തൊക്കെയാ പറയുന്നതെന്ന് അമ്മയ്ക്ക് തന്നെ നിശ്ചയില്ല. എല്ലാത്തിനോടും ദേഷ്യായിരിക്കുക. ചിലപ്പോൾ സിമ്പതി തോന്നും. ഓരോ മനുഷ്യർക്കും ഓരോ ബേസിക് നേച്ചറുണ്ട്. അത് മാറ്റിവെച്ചാൽ പിന്നെ ആ വ്യക്തി ഇല്ലാതാവും. സുമിത്ര ആന്റിയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. വഴക്ക് പറയുന്നത് സഹിക്കാം, പണ്ടേ കേട്ട് പരിചയ. ഉപദേശ സഹിക്കാൻ വയ്യാത്തത്. ഞാനും അനിലേച്ചി പോലെ എന്തെങ്കിലും അധികപ്പറ്റ് കാണിക്കുന്നുള്ള മട്ടിലാണ് സംസാരം. ആന്റി സംശയിക്കുന്ന പോലെ അങ്ങനെ വല്ല പദ്ധതിയുണ്ടോ? എനിക്കോ? അമ്പിളിയുടെ മനസ്സ് അനുകൂലമാവാൻ വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. എന്റെ ആ കൂട്ടുകാരനില്ലേ രഞ്ജിത്ത്, അവൻ. ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കാൻ കൂട്ടുകാരനോട് പറഞ്ഞേക്ക്. ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാ വിളിച്ചില്ലേ? അമ്മേ, അമ്മേ. പോയിട്ട് ശേഖരേട്ടനെ കണ്ടോടാ? കണ്ടത് മിച്ചം. ഒരു ഗുണം ഉണ്ടായില്ല. നീ ഇവിടുത്തെ ആവശ്യം പറഞ്ഞില്ലേ? ഒരു 10 രൂപ പോലും കയ്യിലെടുക്കാനില്ലെന്നാ പറയുന്നേ. ഇല്ലാത്തൊന്നുമല്ല, തരാൻ മനസ്സില്ല, അതാണ് കാര്യം. നീ വേണ്ട പോലെ സംസാരിച്ചിട്ടുണ്ടാവില്ല, എടുത്തടിച്ച പോലെ ചോദിച്ചിട്ടുണ്ടാവും. അമ്മ ഇനി ഇങ്ങനെ ആങ്ങളെ സൈഡ് പിടിക്കാതെ. ഇവിടുത്തെ അവസ്ഥ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. ചെലവിനുള്ള വക പോലും ഇല്ലെന്ന് പറഞ്ഞു. അതിനപ്പുറം എന്താ? അപ്പൊ ശേഖരൻ എന്ത് പറഞ്ഞു? എന്നോട് തട്ടിക്കയറാൻ വന്നു. അമ്മാമ്മയോട് പൈസ ചോദിക്കാൻ ഞാൻ ആരാണെന്ന്, പിന്നെ വീട്ടിൽ കയറി അപമാനിച്ചു എന്ന്. ഇവിടെ വന്ന് പണമായിരുന്നു വാങ്ങാൻ ഒരു അപമാനവും ഇല്ലായിരുന്നു. മനീഷേ, ഇപ്പൊ ആ പൈസ തരാൻ ശേഖരമാമ ഉദ്ദേശിക്കുന്നില്ല. അതിനാണ് ഈ വേഷം കെട്ടല്. എന്തെങ്കിലും പറയുമ്പോ ചാടിത്തുള്ളി ഒരു ഷോ കാണിച്ചാൽ മതിയല്ലോ. ആർക്കാ ഇതൊക്കെ മനസ്സിലാവാത്തത്?
നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് കുറച്ചെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ്. ദേ പിന്നെ കുറ്റപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. മുന്നും പിന്നും നോക്കാതെ അമ്മ അത്രയും വലിയ തുക എടുത്തു കൊടുത്തത് അബദ്ധമായിപ്പോയി. നിത്യച്ചെലവിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടും കൈ മലർത്തുകയാണെന്നൊക്കെ പറഞ്ഞ പട്ടിണി കിടക്കണമെന്നല്ലേ ഉള്ളൂ. കുറെ ദിവസം കഴിയുമ്പോ അത് ശീലമായിക്കോളും. ജീവൻ നിലനിർത്താൻ പച്ചവെള്ളമായാലും മതി. ഭാഗ്യത്തിന് കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ. അബദ്ധം പറ്റിയതേ അമ്മയ്ക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കൂടിയാ. അനുഭവിക്കാതെ എന്ത് ചെയ്യാനാ? ജോലിക്കാരിയൊന്നും വരാറില്ലേ? ഇന്നലെ ആരുടെ കല്യാണം ഉണ്ടായിരുന്നു പോലും. ഇന്നിനി എന്താണാവോ, കണ്ടില്ല. 2-3 ദിവസത്തേക്ക് വരണ്ടെന്ന് പ്രതിഭ ഏർപ്പാട് ചെയ്ത് കാണും. അവളിവിടെ ഇല്ലല്ലോ. അപ്പൊ മറ്റുള്ളവർ കഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു കാണും. ഏയ്, പ്രതിഭ അങ്ങനെ ചെയ്യോ? എന്താ ചെയ്ത? ആ ചിരിയും വർത്താനൊന്നും ശരിയല്ലെന്നേ. വലിയ സുന്ദരിയെന്ന ഭാവം, മനസ്സ് നിറയെ കുശുമ്പ. അല്ല, ഇവിടെ ഇപ്പൊ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ലേ? ചിലപ്പോ. കുട്ടികൾക്ക് ബജി സമൂസയൊക്കെ ഇഷ്ടം. സരസ്വതിക്ക് അറിയാം അതൊക്കെ ഉണ്ടാക്കാൻ. വീട്ടിൽ ജഗന്നാഥേട്ടൻ പഴംപൊരി പ്രിയനാ. 365 ദിവസം കൊടുത്താലും സന്തോഷം. ദാ, ഒന്നെടുത്ത് കഴിച്ചു നോക്കിയേ. അമ്മയ്ക്കും പ്രതാപേട്ടനൊക്കെ കൊടുത്തിട്ടാവട്ടെ. എങ്കിലാ ചെറിയ പ്ലേറ്റ് ഒന്ന് എടുത്തേ. അപ്പുറത്തെ നന്ദനയുണ്ട്, ഇതങ്ങോട്ടൊന്ന് കൊടുത്തേക്ക്. എന്തിനാ മടിക്കുന്നത്? നമ്മള് കൊടുത്താ കഴിക്കുമെന്ന് അറിയണല്ലോ. കൊണ്ട് കൊടുക്ക്. അല്ല, ഞാൻ പിടിക്ക്. ദാ, ഇത് കഴിക്കേ. വേണ്ട. എന്താ വേണ്ടത്തെ? ഞാനുണ്ടാക്കിയതല്ല. ആരുണ്ടാക്കിയാലും എനിക്ക് വേണ്ട. രാധികടത്തി പറഞ്ഞു ഇത് നിനക്ക് കൊണ്ടുതരാൻ. പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വല്യമായി അല്ലല്ലോ. പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഈ കൈ കൊണ്ടൊന്നും വാങ്ങിക്കഴിക്കാൻ ഇടവരരുതെന്ന എന്റെ പ്രാർത്ഥന. ഞാൻ മരിക്കുന്നവരങ്ങനെ മതി. തരേണ്ട സമയത്ത് ഒരു ഉരുള ചോറ് തരാത്ത കയ്യോ. പിന്നെ എന്തിനാ ഇപ്പോ? വേണ്ട എനിക്ക്. എന്താ വിദ്യേ? അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കാണും. ഇവിടുത്തെ ആഹാരമൊന്നും ഇറങ്ങില്ലായിരിക്കും. ഞാൻ കൊടുത്തോണ്ടാ രാധികടത്തി. എന്റെ കൈകൊണ്ട് കൊടുക്കുന്നൊന്നും വേണ്ടാന്ന്. അങ്ങനെ പറഞ്ഞോ? അഹങ്കാരി. സത്യമായിട്ട് അവൾ അങ്ങനെ പറഞ്ഞോ വിദ്യേ? പെണ്ണിനെ കണ്ടാ തോന്നോ ഇത്ര അഹങ്കാരം മനസ്സിൽ കൊണ്ടുനടക്കുന്നവളാണെന്ന്? വെറും പാവമാണെന്ന ആക്ടിങ്. നിഷേധിയാ. പോട്ടെ, അവൾ എവിടെയൊന്നും ജോലി ചെയ്യല്ലേ എന്ന ഒരു പഴംപൊരി കൊടുത്തേക്കാന്ന് വെച്ചപ്പോ ധിക്കാരം. അതിന്റെ കൂടെ കല്ല് വെച്ച് വർത്താനോ? അല്ല, എന്നിട്ട് വിദ്യ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനെന്താ പറയാനാ? നല്ല ചുട്ട മറുപടി കൊടുക്കണമായിരുന്നു. അവള് ഉരുളൂട്ടി വളർത്താൻ വിദ്യക്ക് മനസ്സില്ലെന്ന് പറയണമായിരുന്നു. വല്ലവരുടെയും പശുത്തൊഴുത്തി കിടന്ന് വളർന്നവൾക്ക് കോലത്ത് വന്നപ്പോ കൊമ്പ് മുളച്ചതാ.
വളം വെച്ചു കൊടുക്കാൻ നിങ്ങളുടെ അമ്മയും പിന്നെ സേതു ഉണ്ടല്ലോ. നമ്മൾ വെല്ലും ഇന്ത്യ അത് മരുമകളുടെ കുന്നായ്മയായി നാത്തൂന്റെ അസൂയയായി. പക്ഷേ വിദ്യ വിട്ടുകൊടുക്കരുത്. ഇപ്പൊ തന്നെ വിദ്യയുടെ മുഖത്ത് നോക്കി ഇത്രയും പറയണമെങ്കിൽ അവൾ ആരാ സാധനം? വിദ്യ കൊടുത്തതൊന്നും വേണ്ട പോലും. പെറ്റമ്മയോടാണെന്ന് ഓർക്കണം പെണ്ണിന്റെ അധിക പ്രസംഗം. അല്ല, വിദ്യ അവളുടെ അമ്മയാണെന്ന് അറിയാത്തതൊന്നും അല്ലല്ലോ. പ്രതാപവർമ്മ മുറിയിൽ കിടന്നുറങ്ങുക. രഘുനാഥ് ആണെങ്കിൽ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ അവര് കാണുന്ന പേടിച്ചിട്ടാവാം. അപ്പൊ അതൊന്നും അല്ല, വിദ്യയെ കൊച്ചാക്കണം. അത് തന്നെ അവളുടെ മനസ്സിലിരിപ്പ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വിദ്യ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊന്നും അറിയില്ല രാധികടുത്തി. അറിയണം. ഇനിയെങ്കിലും വിദ്യ എല്ലാം അറിയണം. അറിഞ്ഞു പെരുമാറണം. അല്ലെങ്കിലേ നാളെ ദോഷമായിട്ട് വരും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കാര്യം എനിക്ക് നിന്നെ അത്ര പിടുത്തൊന്നുമില്ല എന്ന് കരുതി കണ്ണിനെ പിടിക്കുന്ന കാര്യം കണ്ടാ പറയണമല്ലോ. ഇപ്പൊ നീ കാണിച്ചത് നന്നായി. അങ്ങനെ തന്നെ വേണമായിരുന്നു. പെറ്റ തള്ളയാണ് പോലും. എന്നുണ്ടാ ഈ ബോധോദയം? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാ അവിടെ വെച്ചേക്ക് വിദ്യയെ, ചായയും പലഹാരവും ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന്. കേട്ടില്ല. ആളാവാൻ വേണ്ടി എടുത്തോണ്ട് വന്നതാ. അല്ല, പഴംപൊരി വേണ്ടെന്ന് പറഞ്ഞപ്പോ വിദ്യ നിന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ല. എന്നാ എന്നോട് പറഞ്ഞു വേണ്ടെങ്കിൽ തിന്നണ്ടാന്ന്. അതാ ഉള്ളിലിരിപ്പ്. നീ അത് മനസ്സിലാക്കിക്കോണം. അങ്ങനെ വിചാരിക്കുന്ന ഒരാള് നിനക്ക് ചായയെ വന്നതെന്തിനാ? അപ്പൊ അതൊരു ടെസ്റ്റിംഗാ. നിന്റെ ഉള്ളറിയാനുള്ള പരിശോധന. ഒരു തുള്ളി മുലപ്പാല് പോലും തരാതെ ഇട്ടെറിഞ്ഞു പോയിട്ട് ഇപ്പൊ ഒരു ചായ സൽക്കാരം. നാണമില്ലാത്തത് കുറെ കഷ്ടമാ. ഞാൻ ഇന്നോ നാളെയോ അങ്ങ് വീട്ടിൽ പോവും. എല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചാ നിനക്ക് കൊള്ളാം.